إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറയിലും സൂറ ആൽ ഇംറാനിലും യഹൂദരെ കുറിച്ച് അതുപോലെ ക്രൈസ്തവരെ കുറിച്ച് അഹ്ലുൽ കിതാബുകളെ കുറിച്ച് ഒരുപാട് ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തിനാണ് ഇതൊക്കെയും? കൃത്യമായി പറഞ്ഞാൽ അവരാരാണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അവർ സത്യവിശ്വാസം പ്രവാചകത്വത്തിൽ കൂടി കൃത്യമായി വേദഗ്രന്ഥം സ്വീകരിക്കുകയും അങ്ങനെ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം കുഫറിലേക്കും ശിർക്കിലേക്കും മാറ്റപ്പെട്ടവരായിരുന്നു. അവരൊക്കെയും പലതരത്തിലുള്ള ഭിന്നിപ്പുകൾ കൂടി ഭിന്നാഭിപ്രായക്കാരായി അവർ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ളവർ എക്കാലത്തും എല്ലാ പ്രദേശത്തും എല്ലാ തരത്തിലും നമുക്ക് അവരെ കണ്ടുമുട്ടാൻ കഴിയും. ഖിയാമത്ത് വരെ അത്തരം ആൾക്കാർ നിലനിൽക്കുന്നതിനെയും അതുകൊണ്ടാണ് അവരെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെയധികം താല്പര്യപൂർവ്വം അവരെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ സൂറ അൽ ബഖറയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിയൈദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും പിന്നീട് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്തിനാണ്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ, തുച്ഛമായ ചില വില വാങ്ങുന്നതിന് വേണ്ടി, ഐഹികമായി ദുനിയാവിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള സുഖജീവിതത്തിന് വേണ്ടി, കുറച്ച് ധനസമ്പാദനത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഇന്നും നോക്കും, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ ചില കവിതകളും കഥകളും എഴുതിയുണ്ടാക്കി അതൊക്കെയും അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുകയും അത് നേർച്ച കിതാബുകൾ എന്ന പേരിൽ അവതരിപ്പിക്കുകയും അതൊക്കെ നേർച്ചയാക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നതാണ്. ഒരിക്കലും അതൊന്നും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർക്കാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. എങ്കിലും വിജ്ഞേന അവർ അവകാശപ്പെടുന്നു. അള്ളാഹുവിൽ നിന്നുള്ളതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനെ മുൻനിർത്തിക്കൊണ്ടവർ നേർച്ചയാക്കുന്നത്? ഇത് കൃത്യമായ വഴിപ്പിഴവ് തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇത്തരം വഴിപ്പിഴവുകളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇതൊക്കെയും യഹൂദ ക്രൈസ്തവരെ പിൻപറ്റലാണ് എന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. ഇതൊക്കെയും നമ്മുടെ നാടുകളിൽ പല ആൾക്കാർ അവർ പൈശാചികമായ ആ പ്രേരണ മൂലം കിട്ടിയുണ്ടാക്കുന്നതാണ്. അത്തരം കാര്യങ്ങളിലും പരിപൂർണമായി വിട്ടുനിൽക്കൽ സകല മുസ്ലിമിന്റെയും ബാധ്യതയാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.